നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ ഇന്ന് നമ്മൾ ആ വീട് കാണാൻ വന്നിരിക്കുകയാണ്. കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ കുറേ നാളുകളായി ഒരു വീട്ടിൽ താമസിച്ചിട്ട്, കാരണം വീട്ടിൽ പോകുമ്പോൾ മാത്രമല്ലോ നമുക്ക് വീട് എന്നുള്ളൊരു സാധനം ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റിലാണ് ഞാനും അബിയും ഒരുമിച്ച് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ടൊരു വീട്ടിൽ താമസിച്ചിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മളെടുത്തൊരു ഡിസിഷനാണ് ഈ ഫ്ലാറ്റ് പരിപാടിയൊക്കെ മാറ്റി കുറച്ച് സമാധാനവും സന്തോഷമുള്ള, അത്രയും സിറ്റി വൈബൊന്നും ഇല്ലാത്ത, എന്നാൽ നമുക്ക് എപ്പോഴും സിറ്റിയിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം, നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം, എന്നാൽ നമുക്ക് കുറച്ച് സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലം വേണമെന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് പോയി കണ്ടുപിടിച്ച സ്ഥലമായിരുന്നു കേട്ടോ അത്. ഈ മാറ്റം എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തൽക്കാലം ഒരു എസ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. അവിടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കുറേ അധികം ഗിഫ്റ്റ്സ് മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു മെയിൻ പ്ലാൻ. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ വിധു പ്രതാപിന്റെ ഒരു കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഉത്സവത്തിൽ കൂടുതൽ ഉള്ള ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇവിടെ ഒരു കോൺസേർട്ട് നടന്നാൽ കുറച്ച് നേരം എല്ലാവരും നിന്നിട്ട് ഓടിപ്പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഒരു നോർമൽ കോൺസേർട്ടിനെ കാട്ടിയിട്ടുള്ള ഒരു വൈബായിരുന്നു കേട്ടോ. പുള്ളിയുടെ പരിപാടിക്ക് അല്ലെങ്കിലും അടിപൊളി വൈബാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിധു പ്രതാപിൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. കുറേ സമയം എത്തിത്തപ്പി തടഞ്ഞു വേണം പുള്ളീനെ ഒന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഷോപ്പിംഗ് ഓൺലൈൻ ചെയ്യാൻ തീരുമാനിച്ച് കോൺസേർട്ടും കണ്ട് തിരിച്ചു വന്നു.